പി അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ വിരാമമാകുമോ എന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത്. സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ ഇറങ്ങിയ അൻവറിന് പുത്തരിയിൽ തന്നെ കല്ലുകടിച്ചു. പിന്നീട് DMK-യിൽ ചേരാൻ ശ്രമം നടത്തി, അതും വിജയിച്ചില്ല. ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടി. പിണറായി വിജയനെയും LDF-നെയും ശത്രുവായി പ്രഖ്യാപിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് LDF-ന്റെ പടിയിറങ്ങിയ അൻവർ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ കൂടി കടന്നു പോവുകയാണോ എന്ന സംശയം എങ്ങും ഉയരുകയാണ്. അൻവറിനെ സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിൽ ബഹുഭൂരിപക്ഷം നേതാക്കളും എതിർപ്പിലാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുള്ളതുകൊണ്ട് മാത്രം അവർ അൻവറിനെ സഹിക്കുന്നു എന്ന് മാത്രം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അൻവർ കറിവേപ്പിലയായി മാറും. മുസ്ലിം ലീഗിനും അൻവറിനോട് താല്പര്യമില്ല. ചുരുക്കത്തിൽ UDF-ൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റിയാലും അൻവറിൻ്റെ ഭാവി കണ്ടറിയേണ്ടി വരും. ഈ വിഷയം ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുന്നു. നൃപൻ ചേരുന്നു. നൃപൻ, UDF-ലേക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം പല രീതിയിൽ ഇങ്ങനെ നടത്തുകയാണ് അൻവർ. ഇനി എങ്ങാനും കടന്നു കൂടിയാലും അൻവറിനെ എത്ര കാലം UDF-നും കോൺഗ്രസിനും സഹിക്കാൻ പറ്റും? ഷമ്മി, അതിൻ്റെ ഏറ്റവും പുതിയ ഡെവലപ്മെൻ്റാണ് നമ്മൾ കൊടുത്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിലുള്ള 5 പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ ദേശീയ നേതൃത്വത്തിന് മമതാ ബാനർജിക്ക് തന്നെ അവർ ഈ കാര്യത്തിൽ അൻവറിനെതിരെ പരാതി നൽകിയെന്നതാണ്. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം രാഷ്ട്രീയ ഇതിനു വേണ്ടി, രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് അവർ ആ കത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ തനിക്ക് സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു, വിനിയോഗിക്കുന്നു. അത് പാർട്ടിക്ക് സ്വാഭാവികമായും പാർട്ടി ദുർബലമാകാനേ വഴിവെക്കുകയുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അവർ ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. അത് ആ കത്തിൻ്റെ പ്രാധാന്യമുള്ളത്, നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഘടകമുള്ള നേതാക്കളെല്ലാം അൻവറിനെതിരായിരുന്നു. അൻവർ ഇക്കാര്യത്തിൽ UDF-മായി നടത്തുന്ന ചർച്ചയിലൊക്കെ തന്നെ അവർക്ക് നേരത്തെ തന്നെ വലിയ തരത്തിലെ വിയോജിപ്പുമുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു പ്രശ്നം ഷമ്മി, നാളെ കോൺഗ്രസ് 2 നേതാക്കളെ അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പുതിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരുമിച്ച് അൻവറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ്. അത് അൻവർ ആവശ്യപ്പെടുന്നത് UDF-ലേക്കുള്ള പ്രവേശനമാണ്. പക്ഷേ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അൻവറിന് നേരിട്ട് തൃണമൂൽ കോൺഗ്രസിന് UDF-ലേക്ക് എടുക്കാനുള്ള സാഹചര്യം നിലവിലില്ല. അക്കാര്യങ്ങൾ അൻവറിനെ ബോധ്യപ്പെടുത്തി അൻവറിനെ ക്ഷണിതാവായെങ്കിലും ഉൾപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ അത് തൃണമൂൽ കോൺഗ്രസിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുകയാണെങ്കിൽ UDF-ൻ്റെ ഘടകകക്ഷിയായി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ പരിഗണിക്കുക. പക്ഷേ അൻവറിൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ പാർട്ടിയെ കൊണ്ടുവന്ന് UDF-ന് മുന്നിൽ അടിയറ വയ്ക്കരുത്, അത് ദേശീയ നേതൃത്വം അംഗീകരിക്കരുതാണ് പറയുന്നത്. അപ്പോൾ ഷമ്മി നേരത്തെ മുഖവരിയായി പറഞ്ഞതുപോലെ അൻവർ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. UDF-ലേക്ക് പ്രവേശിക്കാൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. വ്യക്തിപരമായി UDF-ലേക്ക് പ്രവേശിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചേരാനുള്ള ശ്രമം നടത്തി. DMK-യെ സമീപിച്ചു. അത് നേരത്തെ ഷമ്മി പറഞ്ഞതാണ്. പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ അതെല്ലാം പരാജയപ്പെടുന്നു. അവസാനം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഒരു രാഷ്ട്രീയ സമ്മർദ്ദമാണ് അൻവർ അവസാന ഘട്ടത്തിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളത്തെ ചർച്ചയിൽ തനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഇടം UDF-ൽ കിട്ടുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, മലബാറിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നിലമ്പൂർ അസംബ്ലി മണ്ഡലമുള്ള നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ലീഗ് പല കാര്യങ്ങളിലും അൻവറിനുമായി യോജിപ്പുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്, ആര്യാടൻ മുഹമ്മദിൻ്റെ വലിയ തരത്തിലുള്ള പാരമ്പര്യമുള്ള കോൺഗ്രസ് അൻവറിന് എതിരാണ്. മാത്രമല്ല അൻവർ അവിടെ മത്സരിപ്പിക്കേണ്ട UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്ന കാര്യം ആദ്യമേ പ്രഖ്യാപിക്കുന്നു. അതിൽ കോൺഗ്രസ് വലിയ അതൃപ്തിയുണ്ട്. ഈ അതൃപ്തിയെല്ലാം മറികടന്ന് അൻവറിനെ എങ്ങനെയാണ് UDF-ലേക്ക് ഉൾപ്പെടുത്തുക, അങ്ങനെ ഉൾപ്പെടുത്തിയാൽ തന്നെ അതെങ്ങനെ ദേശീയ നേതൃത്വം, കോൺഗ്രസിൻ്റെ AICC നേതൃത്വം എങ്ങനെയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ൻ്റെ ഭാഗമായി അംഗീകരിക്കും? ഇത്തരത്തിലുള്ള വലിയ ആശയക്കുഴപ്പമുണ്ട്. നാളെയാണ് നിർണായകമായ ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ അൻവറിനെ അനുകൂലിക്കുന്ന നേതാക്കളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ മറുഭാഗം നേതാക്കൾ ഇപ്പോൾ ദേശീയ നേതൃത്വം. നൃപൻ, ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ അൻവറിനെ കണ്ടാൽ പോലും അൻവറിൻ്റെ TMC-യുമായുള്ള UDF-ലേക്ക് ഉള്ള പ്രവേശനത്തിന് സാധ്യതയുണ്ടോ?
ഒറ്റയ്ക്ക് വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് വരാം എന്നുള്ള വാഗ്ദാനം അവർ ഒരിക്കൽ കൂടി ആവർത്തിക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അൻവറിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ കാണില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അൻവറിനും ഉണ്ടാകില്ലേ? തീർച്ചയായും സോലിഹ് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസിൻ്റെ DCCയിലും അവിടുത്തെ UDF കേന്ദ്രങ്ങളിലുള്ള ആശങ്ക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഷമ്മി ചോദിച്ചതിൻ്റെ വലിയ പരിമിതിയുണ്ട്. കാരണം ആ പരിമിതികളാണ് നാളെ ഈ രണ്ട് നേതാക്കളും അൻവറിനെ അറിയിക്കാൻ പോകുന്നത്. കാരണം UDFിലേക്ക് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ നേരത്തെ സോലിഹ് അവിടെ നിന്ന് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ അൻവറിനെ തള്ളിക്കളഞ്ഞാൽ അതെന്തെങ്കിലും 10 വോട്ട് കുറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന ആശങ്ക ഈ ചർച്ചയ്ക്ക് പോകുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഒരു പൊടിയിടുന്ന തരത്തിലുള്ള ഒരു താൽക്കാലിക സെറ്റിൽമെൻ്റ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുക. താൽക്കാലികമായി ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിനെ UDFിലേക്ക് ക്ഷണിക്കുക, ആ ക്ഷണിതാവായി ഉൾപ്പെടുത്തുക. അപ്പോഴേക്കും AICC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് മറുപടി പറയാനുള്ള സമയം കിട്ടും. തൃണമൂൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അതിലൊക്കെ ഉപരി ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൂടിയില്ലേ? ഇദ്ദേഹം LDFിൻ്റെ ഭാഗമായിട്ട് 7-8 വർഷം MLA ആയി നിന്നതിന് ശേഷം വന്ന് ഇറങ്ങി നിന്ന് ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ഇങ്ങനെ തെരുവിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനുശേഷം പിന്നീട് സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ പോയി. അതിനുശേഷം DMK തേടി ചെന്നൈയിൽ പോയി. അവിടെ ഒന്നും ആരും അടുപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ ആരുമില്ലാത്ത TMCയിലേക്ക് അഭയാർത്ഥിയായി കടന്നു ചെന്നു. അവരവിടെ ഒരു സ്ഥാനം കൊടുത്തു. അതിനുള്ളിൽ തന്നെ ഇപ്പോൾ തമ്മിലടി അതിൻ്റെ ഏറ്റവും മൂർത്തമായ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗമായി നിർത്താനുള്ള അവരുടെ ഒരു ബുദ്ധിമുട്ട് അത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അൻവറിനെ അങ്ങനെ അങ്ങ് അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ തൽക്കാലം ഒന്ന് മെരുക്കി കൊണ്ടുപോവുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഒരു ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിൽ അതിവിദഗ്ധനാണ് ഈ അൻവർ. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് അത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമല്ലോ ഷമ്മി. കാരണം എന്ന് പറഞ്ഞാൽ അൻവർ എന്ത് വിശദീകരണമാണ് ജനങ്ങൾക്ക് മുന്നിൽ ആദ്യഘട്ടം മുതൽ നൽകിയത്? അവസാനം അൻവർ എവിടെ എത്തി നിൽക്കുന്നു? അൻവർ യാചിച്ചുകൊണ്ട് UDFിൻ്റെ PCC ഓഫീസിലും UDFിൻ്റെ നേതാക്കളുടെ മുന്നിലും യാചിച്ചു നിൽക്കുന്ന ഒരു നേതാവായി അൻവർ മാറുന്നു. അൻവർ എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളിയാണ് ആ തുടക്കത്തിൽ അൻവർ ഈ മുന്നണിക്കുള്ളിൽ നിന്നപ്പോൾ നടത്തിയത്, അതിനുശേഷം അൻവർ നടത്തിയത്? അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ 24 മണിക്കൂറും അൻവറിൻ്റെ തറവാട്ട് വീട്ടിൽ മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു. ആ കാലത്തിൽ നിന്ന് അൻവർ ഇങ്ങനെ ഭിക്ഷാന്തേകിയായി UDFിൻ്റെ മുന്നിൽ അലയുന്ന ഒരു നേതാവായി വന്നു. അതാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കൾക്കും കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന അന്തസ്സ് ഇപ്പോൾ PV അൻവർ എന്ന നേതാവിനുണ്ടോ എന്ന കാര്യം സ്വാഭാവികമായും ജനങ്ങളത് വിലയിരുത്തുന്നുണ്ടാവും. ആ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുകയും ചെയ്യും. പക്ഷേ താൽക്കാലികമായി 10 വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ UDF നടത്തുന്നത്. അതിനുവേണ്ടി അൻവറിനെ പുറത്തു പോയാൽ അൻവർ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ന്യൂസൻസ് അത് വളരെ വലുതായിരിക്കുമെന്ന് UDF ഭയക്കുന്നു. കാരണം LDFിനെ സംബന്ധിച്ചിടത്തോളം ആ ബാധ്യത ഒഴിഞ്ഞുപോയി. അവർ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ അൻവർ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള ചിട്ടയായ പ്രവർത്തനമാണ് നിലമ്പൂരിൽ ഇടതുമുന്നണി ഒരുക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായി ആ ഇടതുമുന്നണിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ UDFിന് പല കാര്യങ്ങൾക്കും ഇനി മറുപടി പറയേണ്ടി വരും. പക്ഷേ ഈ താൽക്കാലികമായ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയാലും ഷമ്മി പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അൻവറിന് വേണ്ടി മാത്രം അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിന് നിന്നു കൊടുക്കുമെന്ന കാര്യം ചിന്തിക്കുക വയ്യ. ഒപ്പം തന്നെ AICC നേതൃത്വത്തിന് കേരളത്തിലെ ഒരു ഘടകം, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൽ അതിൻ്റെ പദവിയിൽ നേതൃത്വ പദവിയിൽ കോൺഗ്രസ് ഇരിക്കുകയാണെങ്കിൽ തങ്ങളില്ല എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ച് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോയ മമതാ ബാനർജിയുടെ പാർട്ടിയെ ഈ പറഞ്ഞ മുന്നണി സംവിധാനത്തിന് വേണ്ടി കേരളത്തിൽ ഉൾപ്പെടുത്തിയാൽ അതിന് ദേശീയ നേതൃത്വം വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. എന്നിരുന്നാലും അൻവർ എന്ന് പറയുന്ന സാധനം താൽക്കാലികമായ ഒരു സംവിധാനത്തിൽ വേണ്ടിയുള്ള ഒരു ചിട്ടപ്പെടുത്തൽ മാത്രമായിരിക്കും നാളത്തെ ചർച്ചയിൽ ഉണ്ടാവുക. നാളത്തെ ചർച്ചയിൽ തന്നെ പൂർണ്ണമായി പരിഹാരം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഒരു താൽക്കാലിക സംഗതിയായിരിക്കും. അത് വീണ്ടും പൊട്ടിത്തെറിയിലേക്കും പ്രശ്നങ്ങളിലേക്ക് പോകും. LDFിലെ നേതാക്കൾ ഇന്ന് തന്നെ സ്വരാജൊക്കെ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള ബാധ്യതയാണ് UDF. അതിന് മറുപടി ആ ബാധ്യതയുടെ ഉത്തരവാദിത്തം ഇനി UDF ഏറ്റെടുത്ത് അവർ ആ വിഴുപ്പ് പറഞ്ഞ ഇത്തരം കാര്യങ്ങളിലുള്ള വിവാദങ്ങളിലൊക്കെയുള്ള പ്രതികരണം UDF തന്നെ വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വരും.